നമുക്ക് വീണ്ടും അനുഭവിക്കാനായിട്ടിടയായിട്ട് കഴിഞ്ഞ പോയ കാലം നമ്മൾ ചിന്തിച്ചു വന്ന വിഷയത്തിൽ നിന്ന് വീണ്ടും ചില കാര്യങ്ങൾ വീണ്ടും നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷത്തെ കുറിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ നടുവിൽ വെളിപ്പെടുന്ന 3 ഭാഗങ്ങൾ ആ അധ്യായത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം? അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവർ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മുമ്പിൽ അവർ നിனைക്കുന്നത് പോലെ ഭവിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ. നിങ്ങളുടെ എല്ലാ അസമാധാനം മാറി നിങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. മാത്രമല്ല ആമേൻ, നിങ്ങൾക്കൊരു വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടെന്ന് ആമേൻ മുൻകൂട്ടി ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ അതെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. ഒന്നും ജീവിതത്തിൽ നടക്കത്തില്ല എന്നവർ ചിന്തിക്കുന്നു. അതിന്റെ നടുവിൽ ഉറപ്പിക്കുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയോ പ്രശ്നമോ വലുതല്ല, അതിനകത്തു നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. എനിക്ക് നിങ്ങളെ അയക്കുവാനായിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഒരു യാത്ര അവർക്കുണ്ട്. എന്ന ഒരു മുറിക്കൊക്കെ തുടങ്ങുന്ന അനുഭവമല്ല, യേശുവിന്റെ ശബ്ദവുമായി ദൈവത്തിന്റെ വചനവുമായി അവർക്കൊരു യാത്രയുണ്ട്. നമ്മെയും കർത്താവ് അളവിലേക്ക് ഉയർത്തി ദേശത്തിൽ നേടുക കർത്താവ് ഒരുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ അവരെ ബലപ്പെടുത്തുക, അവരുടെ ദൗത്യത്തെ കുറിച്ച് ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ പദ്ധതി. അത് കഴിഞ്ഞു വീണ്ടും ഒരു 8 ദിവസം കഴിയുമ്പോൾ ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 8 ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ അവരെ ഒരു മുറിക്കകത്ത് വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നു. 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതൊന്നും ഇവർക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല. പൂർണ്ണ അളവില് മുടങ്ങോട്ട് മനസ്സിലായില്ല, ഏറ്റെടുക്കാൻ പറ്റിയില്ല. പലപ്പോഴും നമ്മൾ ഇതുവരില്ലേ എത്ര ആത്മാവ് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് ഏറ്റെടുത്ത് ബലപ്പെടാനായിട്ട് സാഹചര്യങ്ങൾ അത്ര വലുതാണ്. പ്രതികൂലമായി നിൽക്കുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ അത്ര പ്രതികൂലമായി നിൽക്കുമ്പോൾ കർത്താവ് സമാധാനം എന്ന് പറഞ്ഞ് ചില ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ കുറിച്ചുള്ള വിളിയെ കുറിച്ച് ഉറപ്പിച്ചിട്ടു വീണ്ടും യേശുവിന് പറയേണ്ടി വരുന്നു, നിങ്ങൾക്ക് സമാധാനം. പ്രിയരേ, സ്തോത്രം. ഒരുപക്ഷെ നാം വേണ്ടുന്നതുപോലെ ആത്മാവിൽ ബലപ്പെടാതെ ഉറയ്ക്കാതെ ക്ഷീണവും ഭാരമുള്ളവരായി മാറുമ്പോൾ തഴഞ്ഞേച്ചു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. ഞാൻ നിങ്ങളും ബലപ്പെടുന്നത് വരെയും ഉറപ്പാകുന്നത് വരെയും അവൻ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മുടെ നടുവിൽ വരിക, നമ്മോട് സംസാരിക്കുക, നമ്മോട് ഇടപെടുക, തരുക, ഉറപ്പിക്കുക. മനസ്സുള്ള കർത്താവിന്റെ മുമ്പിലാണ് രണ്ടാമത്തെ പ്രാവശ്യം യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് സംസാരിക്കുന്നു. അത് സംസാരിച്ചിട്ട് അതിന് മുൻപ് പ്രത്യക്ഷനായപ്പോൾ അവരുടെ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. ഈ ശിഷ്യന്മാരാ വിവരം തോമസിനോട് കർത്താവിനെ കണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും തോമസ് എന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ല. രണ്ടാമത്തെ ആവർത്തി തോമസിനെ നോക്കിയാണ് കർത്താവ് തുടർന്ന് സംസാരിക്കുന്നതെങ്കിലും തോമസിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ള ശിഷ്യന്മാർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി കൂടായിരുന്നു. എന്താണ് തുടർന്ന് സംസാരിക്കുന്നത്? പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി നിന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം. ഇത് തോമസിനോടാണ് പറയുന്നതെങ്കിലും അവർക്ക് മൊത്തത്തിലുള്ള ദൂതാണ്.
എന്ത്? വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുക. ഈ പകൽക്കാലം ദൈവാത്മാവാശിക്കുന്നു. ഓ, വിശ്വാസത്തിൽ ഒന്നുകൂടെ ബലപ്പെടുക, ഉറയ്ക്കുക. വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ, ബലം കൊടുക്കുക. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. നമ്മെപ്പോലുള്ള ഗ്രൂപ്പിനൊക്കെ നോക്കി പറയുന്ന ഒരു പേരാണ് വിശ്വാസികൾ. പലപ്പോഴും നമുക്കില്ലാത്തൊരു സാധനവും അത് തന്നെയാണ്. സ്തോത്രം അല്ലേ? പലപ്പോഴും നമ്മുടെ വിശ്വാസമൊക്കെ അങ്ങ് പോയി പോകാറുണ്ട്, നഷ്ടപ്പെട്ടു പോകാറുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാല വിശ്വാസത്തിൽ ബലപ്പെടുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക, ദൈവത്തിന്റെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രഹാമിനെ എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നത്. ചില പ്രത്യേക സന്ദർഭത്തിൽ അബ്രഹാമിന് എന്തില്ലാതായി പോയി. അത് മാനുഷിക സ്വഭാവമാണ്. അതിന്റെ നടുവിലും ഇറങ്ങി വന്ന് നമ്മെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഭാഗത്ത് തൊട്ടടുത്ത മൂന്നാമത്തെ പ്രത്യക്ഷത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും കർത്താവ് രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അബ്രഹാമിന്റെ ബന്ധത്തിൽ ഉൽപ്പത്തി 15 വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ അബ്രഹാമിനെ കാണുന്നുണ്ട്. ഒന്ന് വായിച്ചപ്പെ. അതിനുശേഷം ദർശനത്തിലെ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന്, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിനെ അബ്രഹാം, കർത്താവായ യഹോവേ നീ എനിക്ക് എന്ത് തരും? കർത്താവായ യഹോവേ നീ എനിക്ക് എന്ത് തരും? നല്ലൊരു ചോദ്യ, ഇതുവരെ ചോദിക്കാൻ ഒരു ചോദ്യ. അബ്രഹാം ദൈവത്തിന് ചോദിക്കും, നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? എന്നിട്ട് ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ദമ്മേശേക്കുകാരൻ ഈ എലയാസർ അത്രേ. നോക്കൂ, അബ്രഹാം പറയാണ്, എന്റെ സകല സമ്പത്തിന്റെയും അവകാശി ആരാണ്? ഈ ദമ്മേശേക്കുകാരൻ എലയാസറാണ്. പ്രൈസ് ദി ലോർഡ്. 12ാമത്തേക്ക് പോകുന്നില്ല, പക്ഷെ അവിടെ വാഗ്ദത്തം കൊടുത്ത് ഉറപ്പിക്കുമ്പോൾ അവൻ അബ്രഹാമിനോട് വ്യക്തമായിട്ട് പറയുന്നു, നീ ബഹുജാതികൾക്ക് പിതാവാകും. പക്ഷെ ഇവിടെ അബ്രഹാം തിരിച്ച് കർത്താവിനോട് പറയുകയാണ്, എന്റെ വീട്ടിൽ ജനിച്ച ദാസനായ ഈ ദമ്മേശേക്കുകാരൻ എലയാസർ എന്റെ സകല സമ്പത്തിനും അവകാശിയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾ നാളുകൾക്ക് മുമ്പേ കേട്ടിട്ട് ഇനി അതൊന്നും നടക്കാൻ സാധ്യതയില്ലെന്ന് ബുദ്ധിയുടെ ഒരു വഴിതെളിഞ്ഞ് അതിനൊത്തവണ്ണം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ഉണർത്തി പറയുന്നു, ഇല്ല, ആണ്ടുകൾ വൈകിയാലും കാലങ്ങൾ മുൻപോട്ട് പോയാലും ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ കുടുംബത്തിന് മേൽ നിവർത്തിക്കുവാൻ ഞാൻ ശക്തനായ പറയുവാൻ മനുഷ്യനല്ല, വാക്ക് മാറ്റുവാൻ മനുഷ്യനല്ല. ഞാൻ നിന്നോട് അരുളിച്ചതുപോലെ നിവർത്തിക്കുന്നവനായ ദൈവം. കാലം വിശ്വസിക്കുക, ദൈവത്തിന്റെ ആലോചനകളെ മുഴുവൻ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ആലോചനകളെ മുഴുവൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. ലോകം മറന്നാലും സ്തോത്രം, കർത്താവ് മറന്നു കളയുകയില്ല. നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവൻ നിറവേറ്റുവാൻ മതിയായവൻ. ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? എന്റെ വീട്ടിൽ ജനിച്ച ദാസനായ ദമ്മേശേക്കുകാരനായ എലയാസറിന്റെ വീടിന്റെ മുഴുവൻ അവകാശിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ മുമ്പിൽ നിന്ന് തന്റെ വാഗ്ദത്തത്തെ അവിശ്വസിച്ചുകൊണ്ട് സംസാരിക്കുന്ന യഹോവയായ ദൈവത്തോട് എന്താ ചെയ്യുന്നത്? അവൻ നിന്റെ അവകാശിയാകയില്ല, അവൻ നിന്റെ അവകാശി ആകയില്ല. അബ്രഹാം പറഞ്ഞ വാക്കിനെ യഹോവയായ ദൈവം വ്യക്തമായിട്ട് വെട്ടി. ഇല്ല, അവൻ നിന്റെ അവകാശിയാകയില്ല. അബ്രഹാമിന്റെ കാതിൽ ഒരു പക്ഷെ പിശാചായിരിക്കും
ഈ വാർത്തയിട്ടത് ദമ്മശ്ശേക്കുകാരൻ എലയാസ് നിന്റെ സകല സമ്പത്തിന്റെയും നീ ഉണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാകാൻ പോവുകയാണ്. നീ ഒന്നും പ്രാപിക്കത്തില്ല, നീ ഒന്നും നേടത്തില്ല എന്ന് പിശാചാണ് നിന്റെ കാതിലിട്ടിരിക്കുന്നത്. ഈ പകൽക്കാല ആ ശബ്ദത്തെ വെട്ടിക്കൊണ്ട് വിളിച്ചു പറ, ഇല്ല, എന്റെ കർത്താവ് എന്നോട് എന്ത് പറഞ്ഞു, എന്റെ കർത്താവ് എന്നോട് എന്ത് സംസാരിച്ചതോ, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. ദൈവാത്മാവ് എന്താകുന്ന എന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, എന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, എന്റെ ഭർത്താവിനെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, എന്റെ ഭാര്യ നോക്കി പറഞ്ഞിട്ടുണ്ടോ, എന്റെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, അത് തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് അബ്രഹാമിനെ വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി. എന്താ തുടർന്ന് സംസാരിക്കുന്നത്? നിന്റെ വീട്ടിൽ ജനിച്ച നിന്റെ ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവരെ പുറത്തു കൊണ്ടു ചെന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവരോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. കർത്താവിന്റെ ഇടപെടൽ, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ പ്രത്യക്ഷത, അവൻ കടന്നു വരുന്നത് ചില മേഖലകളൊക്കെ നമ്മെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഈ അബ്രഹാമിനുണ്ടായ ആ പ്രത്യക്ഷതയിൽ ലൂസായി പോയ അബ്രഹാമിന്റെ വിശ്വാസം ഉറച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് കുറഞ്ഞുപോയ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് വീണ്ടും അബ്രഹാം ശക്തമായ ഉറപ്പുള്ള വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കയറുകയാണ്. പ്രാർത്ഥിക്കുന്ന വിഷയത്തെ തൊട്ട് 2015 പ്രാർത്ഥിക്കുന്ന വിഷയത്തെ എന്റെ വീട്ടിൽ വരാൻ പോവുകയാണ്. വിഷയങ്ങൾ ഉറപ്പിക്കുന്ന ആത്മമണ്ഡലം യേശുവിന്റെ അധികാരങ്ങളാണ്. ദൈവത്തിൽ വിശ്വസിച്ചു, അവർ നീതിയായി കണക്കിട്ടു. അയഞ്ഞുപോയ വിശ്വാസത്തിൽ നിന്ന് അബ്രഹാമിന്റെ ദൈവം അവൻ തിരിച്ചു കൊണ്ടുവരികയാണ്. വിശ്വാസത്തിന്റെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ വിശുദ്ധിയുടെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ സമർപ്പണത്തിന്റെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ പ്രാർത്ഥനയുടെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ ശുശ്രൂഷയുടെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ അഭിഷേകത്തിന്റെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ പ്രവചനാത്മാവിന്റെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ ദർശനത്തിന്റെ അളവിൽ നിന്ന്, കുറഞ്ഞുപോയ പ്രതിഭാവിന്റെ ആത്മാവിന്റെ അളവിൽ നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിക്കുക, പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുക്കുക. ചില വർധനവുകൾ സംഭവിക്കട്ടെ. അബ്രഹാമിന്റെ വിശ്വാസം വർദ്ധിച്ചതുപോലെ ക്ഷീണിച്ചു പോകിടത്തുന്നുണ്ട് കർത്താവിന്റെ പ്രത്യക്ഷത. ഉള്ളപ്പാടിനകത്ത് ദൈവങ്ങളുടെ ദർശനത്തിനകത്ത് സംസാരിക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് അവൻ തിരിച്ച് കയറി വന്നതുപോലെ, ഉറപ്പ് പ്രാപിച്ചതുപോലെ യേശുവിന്റെ നാമത്തില് അവന്റെ സാന്നിധ്യം ഇന്ന് വരുത്താൻ ചില മേഖലകളിൽ നമ്മൾ ഉറപ്പിക്കുന്നതായി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് വചനത്താൽ ആത്മാക്കളാൽ
ജയം. ഹല്ലേലൂയ. ദീർഘവർഷമായി രോഗശക്തികൾ ജീവിതത്തെ കാർന്നു തിന്ന് വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ വിറ്റു പെറുക്കി വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ശരീരത്തിന് യാതൊരു വിടുതലുമില്ലാതെ ആമേൻ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലത്തിലേക്ക് വളരെ ക്ഷീണിതയായി ആമേൻ കഷ്ടമനുഭവിക്കുമ്പോൾ നസ്രായനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. അവൻ വിടുവിക്കുന്നവനാണ്, അവൻ സൗഖ്യദായകനാണ്, അവൻ പാപമോചകനാണ്, അവൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ഈ വാർത്ത കേട്ടവരുടെ ഉള്ളിൽ വിശ്വാസമായി വളരാൻ തുടങ്ങി. ഈ വാർത്ത അവരുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കാൻ തുടങ്ങി. അവൾ തീരുമാനിച്ചു, ഇത്ര വർഷമായി രോഗം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, 12 വർഷമായി എനിക്കൊരു വിടുതലില്ല. പക്ഷേ യേശുവിന്റെ അരികിൽ ചെന്നാൽ എന്റെ വിഷയത്തിന് പരിഹാരം. എങ്ങനെ കടന്നില്ലല്ലോ, എങ്ങനെ എന്റെ വിഷയം തുറന്നു പറയൂ? അറിഞ്ഞുകൂടാ. യേശുവിന്റെ മുമ്പിൽ ചെല്ലുവാനോ ഇതൊന്ന് തുറന്ന് പറയാനോ സമൂഹം എന്നെ അനുവദിക്കുന്നില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തി, ഹല്ലേലൂയ, എല്ലാവരും ഒറ്റപ്പെടുത്തി, അശുദ്ധി എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടവളെന്ന് പറഞ്ഞ് ആരെന്നെ ഒഴിച്ചു നിർത്തുവാൻ നോക്കുമ്പോൾ ഒന്നുകൂടെ വിശ്വസിച്ചു ചെന്ന് വിഷയം തുറന്ന് പറഞ്ഞില്ലെങ്കിലും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊടുമ്പോൾ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊടുമ്പോൾ, ഓ യേശുവിന്റെ ഒരു പുതിയ വിടുതൽ, സൗഖ്യദായകമായ ആത്മാവ് എന്റെ മേൽ കൊള്ളുക, ഞാൻ സൗഖ്യം പ്രാപിക്കും. അത്രയും വിശ്വസിച്ച് പുരുഷാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ ലക്ഷ്യമാക്കി നടന്നെടുത്തു. ആളുകളെ ഒരുപക്ഷെ ഇടത്തോട്ട് വലത്തോട്ട് തൊല്ലി മാറ്റിക്കൊണ്ട് ജനത്തിന്റെ നടുവിലൂടെ അവൾ കടന്നുകൊണ്ട് ആരും അറിയാതെ കാണാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തങ്ങൾ അവൾ കയറി പിടിക്കുമ്പോൾ യേശു ഒന്നറിഞ്ഞു, തന്നിൽ നിന്ന് ഒരു ശക്തി ഒഴുകുന്നു, തന്നിൽ നിന്ന് അഭിഷേകം ഒഴുകുന്നു, തന്നിൽ വിടവിന്റെ ആത്മാവ് ഒഴുകുന്നു. ഇന്നത്തെ വിശ്വാസത്തോടെ കർത്താവിന്റെ വചനങ്ങൾ ഉറക്കുക, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. അവൻ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം മതിയായതാണ്. രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ വിശ്വാസത്തോടുകൂടി ബലപ്പെടുത്തുക, ഉറപ്പിക്കുക കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ പ്രത്യക്ഷത 21-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. 21-ാമത്തെ അധ്യായം, യോഹന്നാൻ 21. അതിന്റെ ശേഷം, ഈ 2 പ്രത്യക്ഷതകൾക്ക് ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇപ്പോൾ നോക്കിയേ, മുറിക്കകത്തല്ല, ഇപ്പോൾ ഇവിടെ വന്നു, പുറത്തു വന്നു, കടൽക്കരയിൽ വന്നു. കടൽക്കരയിൽ ഇങ്ങനെ അവർ ആയിരിക്കുമ്പോൾ ഒരു വായിച്ചിട്ടത്, ശീമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമസും ഗലീലയിൽ കാനായിലെ നദിനയിലും സെബദി മക്കളും അവർ ശിഷ്യന്മാരിൽ വേറെയും 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. കാറ്റുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ച് അടുത്തൊരു മൂവ്മെന്റിന് വേണ്ടി ആഗ്രഹിച്ച് അവർ 7 പേര് ഇവിടെ വന്നു. തിബിരിയാസ് കടൽ തീരത്ത് വന്നു. വട്ടം ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. തുറന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. സംസാരിച്ച് ഈ ടോക്കിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? പത്രോസാണ്. അപ്പം പല കാര്യങ്ങളും പത്രോസ് അവിടെ വെച്ച് തുറന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതാണ്,
ഇനിയിപ്പോ യേശു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നും സാധിക്കാനായിട്ട് പോകുന്നില്ല. പിള്ളേരുടെ ഫീസ് അടയ്ക്കണം, വീടിന്റെ മോർഗേജ് ഉണ്ട്, വണ്ടിയുടെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നടക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ ഒറ്റ മാർഗമേ കാണുന്നുള്ളൂ, നന്നായി വീശാൻ അറിയാം. നന്നായി വീശാൻ അറിയാം. പഴയ ജോലി ചെയ്തതിന്റെ കാര്യം ഇനി എന്ത് ചെയ്യത്തുള്ളൂ? ഈ പ്രസംഗം കൊണ്ട് നീ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന എന്റെ ചിന്ത. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, പടകം വലയും എന്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ടേ അറിയാമായിരുന്നു നിങ്ങളൊക്കെ. അതുകൊണ്ട് ഇത് പണ്ട് ഏരിച്ച എടുത്തിയാട് ചെയ്തതൊന്നും ഞാൻ കലപ്പി ഒന്നും ഒടിച്ചില്ല. പഴയ സാധനം വീടിന്റെ പുറകില് ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം പിള്ളേരെ കൊണ്ട് എണ്ണയാക്കി ഇടിച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാം തുറന്ന് പറഞ്ഞ് മൂപ്പൻ ഇങ്ങനെ എല്ലാം പറഞ്ഞപ്പോ മറ്റൊരു പറഞ്ഞ പിന്നെ ഇതിനപ്പുറത്തൊന്നും നമുക്കും പത്രോസ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ മീൻ പിടിക്കാൻ പോവുക. കേട്ടോരും പറഞ്ഞു, ചിലത് ഉറപ്പിക്കാനാണ് ദൈവം നിന്നെ ചിലത് ലൂസാക്കാനല്ല, വലിയെ കുറിച്ച് സംശയിപ്പിക്കാനല്ല. എന്റെയും നിങ്ങളുടെയും വായിന്ന് വിടുന്ന ഓരോ വാക്കുകൊണ്ടും മറ്റുള്ളവർ ക്രിസ്തുവിൽ ഉറയ്ക്കുവാൻ ഇടയാകുന്ന വാക്ക് മാത്രമേ നമ്മുടെ നാവിന് വരുവാൻ നാം അനുവദിക്കാവൂ. അനേകരെ ഉറപ്പിക്കണമെന്ന്, കൂടെ നിൽക്കുന്നവരെ ഉറപ്പിക്കണമെന്ന് പത്രോസ് പറയുകയാണ്. ഞാന് മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. കേട്ടവരും പറഞ്ഞ് ഞങ്ങളും കൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന 10 പേരുണ്ടെങ്കിലും 15 പേരുണ്ടെങ്കിലും അത് ആത്മാവ് തന്നതാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞതാകണമെന്നില്ല. ഹല്ലേലൂയ. ആമേൻ. 2 പ്രത്യക്ഷത ഇതിനു മുമ്പ് നിരാശയോടെ ആയിരുന്നപ്പോഴും വന്നപ്പോൾ പറഞ്ഞത് ഇതല്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചത് ഇതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്നെ കുറിച്ച് മറ്റൊരു പദ്ധതിയുണ്ട്. തിരിച്ചറിയാൻ വൈകിട്ട് അവർ ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങളും വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒന്നിച്ചുകൂടി അന്ന് രാത്രി എന്ത് ചെയ്തു? പുറപ്പെട്ട് പടക് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നോക്കൂ, ഇവർ 7 പേരും കൂടെ കൂടി ഒരു തീരുമാനമെടുത്തു, നമുക്കിനി എന്ത് ചെയ്യാം? മീൻ പിടിക്കാനായിട്ട് പോകാം. അന്ന് രാത്രി തന്നെ അവർ 7 പേരും കൂടെ പടകിൽ കയറി ആഴത്തിലേക്ക് പോയി. ഇതിനെന്താണ് സംഭവിച്ചത്? ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. 7 പേര് കൂടി കാര്യം ഓർത്തൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ വെളിപ്പെട്ട് വന്നെത്തിയതായിരുന്നു, സംസാരിച്ചില്ലേ? ഇതിനെ കുറിച്ച് കർത്താവ് എന്തെങ്കിലും ഒന്ന് പറയുമോ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം എന്ന് ഈ പത്രോസ് പറയേണ്ട സ്ഥാനത്ത് അല്ലേ? അത് ചെയ്യാതെ, പ്രാർത്ഥിക്കാതെ, കർത്താവിന്റെ അറിവ് ചോദിക്കാതെ, ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ വിഷയത്തിന് എന്ത് ചെയ്തു? എടുത്തു ചാടി. പ്രൈസ് ദി ലോർഡ്. മീൻ പിടിക്കാൻ ഇറങ്ങി. പക്ഷെ അന്ന് രാത്രി ഒന്നും പിടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. വീശി വലയെറിഞ്ഞ് തണ്ടുപൊലിച്ച് കുഴഞ്ഞതല്ലാതെ ഒന്നും പിടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കാലം പറയട്ടെ, കർത്താവ് പറഞ്ഞിട്ട് ആഴത്തിലേക്ക് നീങ്ങി. ഞാൻ ചോർപ്പിച്ചതുപോലെ കർത്താവ് പറഞ്ഞിട്ട് ആഴത്തിലേക്ക് നീങ്ങിയ അതിനകത്തൊരു വലിയ നിറവെടുപ്പെടും. വീക്ഷിക്കാത്ത എത്ര ആഴത്തിൽ നീ പോയാലും ഒന്നും പ്രാപിക്കാൻ കഴിയാതെയും പോകും. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി അവർ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പുലർച്ചയായപ്പോൾ ഈ കർത്താവിന്റെ ആർദ്രതയും സ്നേഹവും ഇവരെ കർത്താവ് എത്ര ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെല്ലാം വെച്ച് ഇവരെ ഉറപ്പിച്ചും ബലപ്പെടുത്തിയും സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവന്മാരുടെ അകത്തോട്ട് ഈ പദ്ധതി ഒന്നും അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, കേറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പുലർച്ചയായപ്പോൾ
ഇവിടെ നിൽക്കുക. ഈ വെളുപ്പിന് കർത്താവിനെ ഈ തണുപ്പ് ഒളിച്ച് അവിടെ വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? പ്രൈസലോ പ്രൈസലോ. തണുപ്പാണെങ്കിൽ ആമേൻ ആ വെളുപ്പിന് വരാൻ പോണത്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങള് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. പ്രൈസലോ. പ്രഭാതത്തിൽ കർത്താവ് എവിടെയായിരുന്നു? പുലർച്ചെ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. വെള്ളി എന്ന് ചോദിച്ചു. ഇത്രയും അനുസരണക്കേട് കാണിച്ചിട്ടും എന്നെ വിളിക്കുന്നേ കുഞ്ഞുങ്ങളെ. നമ്മളായിരുന്നല്ലോ വേറെ എല്ലാവരും വിളിച്ചേനെ. പക്ഷെ കർത്താവ് സ്നേഹനിധി, ആർദ്രതയുള്ളവൻ, അപ്പോഴും വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ. കുഞ്ഞുങ്ങളെ. കർത്താവ് എത്ര സ്നേഹമുള്ളവനാണ്, എത്ര സ്നേഹിക്കുന്നവനാണ്. അതുപോലെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റാറുണ്ടോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും കർത്താവിനെ അറിഞ്ഞുകൂടെ? രാത്രി മുഴുവൻ വീട്ടിൽ ഒന്നും കിട്ടിയില്ലെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. പ്രൈസലോ. കർത്താവ് ചോദിക്കുന്നു കൂട്ടാൻ വല്ലതും വിൽക്കാനുണ്ടോന്നല്ല ചോദിച്ചത്. ആമേൻ. സ്തോത്രം. ഒന്ന് കൂട്ടാനെങ്കിലും. പ്രൈസലോ എന്ന് പറഞ്ഞാൽ എന്റെ ഹിതമല്ലാതെ നിങ്ങൾ ഇറങ്ങിയാൽ, ആമേൻ, മുൻപോട്ട് നീങ്ങിയാൽ, പ്രൈസലോ, ആമേൻ, സ്തോത്രം, കൂട്ടാൻ പോലും ഒന്നും നിങ്ങളുടെ കൈ തടയില്ല. പ്രൈസലോ. കൂട്ടാൻ വല്ലതും ഉണ്ടോ? മറുപടി ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസലോ. ഇല്ല എന്ന് ഉള്ള അവസ്ഥ ഉള്ളതുപോലെ തുറന്നു പറയാം. ആമേൻ. തെറ്റിപ്പോയി കർത്താവേ, ഒന്നും പിടിക്കാൻ പറ്റില്ല കർത്താവേ. ഉള്ളതുപോലെ കർത്താവിന്റെ മുന്നിൽ തുറക്കാൻ മനസ്സ് വെച്ചാ അവൻ നമ്മൾക്ക് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാണ്. ഒന്നും രാത്രി പിടിച്ചില്ല എന്ന് അവർ യേശുവിനോട് തുറന്ന് പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ. കർത്താവ് പറയുകയാണ് പടകിന്റെ ഇതിനകത്തൂടെ ഒരു പാഠം അവരെ പഠിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പടകിന്റെ വലത് ഭാഗത്തേക്ക് വല വീശുവിൻ എന്നാ നിങ്ങൾക്ക് കിട്ടും. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി വല വലിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ അത്ഭുതങ്ങളെ കാണുവാനിടയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തയിടത്ത് അവൻ വലതുഭാഗത്തേക്ക് ഒന്ന് വലിയിറക്ക്. നിങ്ങളുടെ വല നിറയാനായിട്ട് പോവുകയാണ്. ഇത് പറഞ്ഞ ഇടത്തേക്ക് ശിമോനും കൂട്ടരും വലിയിറക്കി. ആമേൻ. മീനിന്റെ പെരുപ്പം ഹേതുവായി അവർക്ക് വലിപ്പാനായിട്ട് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, യേശു സ്നേഹിച്ച ശിഷ്യൻ അതാരായിരിക്കും? യോഹന്നാൻ. ഇപ്പൊ യോഹന്നാൻ പത്രോസിനോട് പറയുകയാണ് ഞാനിപ്പോ തിരിച്ചറിഞ്ഞു. യോഹന്നാൻ തിരിച്ചറിഞ്ഞു. ഇവരിൽ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ആരാ? യോഹന്നാൻ. സ്നേഹമുള്ളവൻ ആദ്യം തിരിച്ചറിഞ്ഞു. ദൈവസാന്നിധ്യം കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവരാ തിരിച്ചറിയുന്നത്. കർത്താവിന്റെ പ്രാർത്ഥനാമൊഴി തിരിച്ചറിയുന്നവർക്കായി സ്തുതിക്കുന്നു. കർത്താവിനെ ഓരോ വിഷയത്തിന്റെ നടുവിലും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഭവനത്തിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് കർത്താവാകുന്നു എന്ന് യോഹന്നാൻ വിളിച്ചു പറയത്തക്ക നിലവാരത്തിൽ യേശുവിനെ തിരിച്ചറിയുവാൻ യോഹന്നാന് കഴിഞ്ഞു. അടുത്തത് കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി കരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷ ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ വെച്ചിരുന്ന മീൻ വെച്ചിരുന്നതും അപ്പവും കണ്ടു. ഞാൻ അവിടെ അല്പം നമ്മൾ നിന്ന് ആ വിഷയം ചിന്തിക്കാൻ പോവുകയാണ്. 200 മീറ്റർ ആഴത്തിൽ നിന്ന് കരയിലേക്ക് നോക്കുമ്പോൾ
ആദ്യം യോഹന്നാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു, അത് വിളിച്ചു പറഞ്ഞു. ആ 200 മീറ്റർ തുഴഞ്ഞു വന്നോണ്ടിരിക്കുക. അവരെല്ലാവരും കരയ്ക്ക് നിൽക്കുന്ന ആരെ കണ്ടു? യേശുവിനെ കണ്ടു. കരയോട് അടുത്തു വരുമ്പോൾ യേശുവിനെ ചാരത്തായി മറ്റൊന്നുകൂടെ കണ്ടു. എന്തോ കണ്ടു? തീ കണ്ടു. തീ കണ്ടു. അല്പം കൂടെ നീന്തി അടുക്കുമ്പോൾ അല്പം കൂടെ വ്യക്തത. തീയുടെ നടുവിൽ മീൻ പാകമായി കൊണ്ടിരിക്കുന്നു. കരയോട് അടുക്കും തോറും വ്യക്തത കൂടി. അതിന് സമീപത്തായി അപ്പവും ഇരിപ്പുണ്ട്. ഭാഗമാണ് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. കരയിൽ ആരുണ്ട്? കരയിൽ യേശുവുണ്ട്. യേശു മാത്രമല്ല, യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഒന്നുകൂടെ കാണുന്നു. അവിടെ തീ കാണുന്നു. അവിടെ തീ കാണുന്നു. ആരായി വെളുപ്പാൻ കാലം ഇവിടെ വന്ന് തീയിട്ടെ? ആരായി തീയിട്ടെ? മറ്റാരുമല്ല, കർത്താവ് തന്നെയാണ്. എന്തിനു വേണ്ടിയാ തീയിട്ടെ? ഈ സ്നേഹിക്കുന്ന, അവിശ്വസിച്ചും കുഴഞ്ഞും ഭാരപ്പെട്ടുമിരിക്കുന്ന, വിളിയാലുള്ള ആശ തിരിച്ചറിയാതെ സ്വയബുദ്ധിയിൽ ഓടുന്ന ചിലതിനു വേണ്ടിയാണ് ആ കരയ്ക്ക് തീയിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു തീ ഇടുക മാത്രമല്ല, മറ്റൊരു ചെയ്തു. ആ തീയിൽ അവർക്ക് വേണ്ടുന്ന അപ്പം യേശു പാകപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പം പാകപ്പെടുത്തിയിട്ട് ഈ രാത്രി മുഴുവൻ വീശിയിട്ടു. ഒന്നും കിട്ടാഞ്ഞ സ്ഥലത്ത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടുന്ന മീനിനെയും യേശു ഒരുപക്ഷെ കൈയൊന്നൊടിച്ച 5-ാമത്തെ ദിവസം ജലത്തിൽ നീന്തി തുടിക്കുന്ന സകലതും ആമേൻ ജലജന്തുക്കൾ ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചവന്റെ വാക്കിന് മുമ്പിൽ ആമേൻ രാത്രി മുഴുവൻ ഒന്നും കഴിക്കാതെ യേശു നിരാശപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവരുടെ വായുടെ രുചി, ഏത് ഐറ്റമാണ് അവർക്ക് വേണ്ടുന്നത് എന്നറിയാവുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് പ്രഭാതയാമത്തില് അവർക്ക് സാൽമണ ഇഷ്ടമെങ്കിൽ അന്ന് രാവിലെ സാൽമണെ വിളിച്ച് കയറ്റി കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെല്ലാം നെയ്മീന ഇഷ്ടമെങ്കിൽ സ്തോത്രം, കർത്താവ് നെയ്മീനി ആയിരിക്കും കയറി വരാൻ പറഞ്ഞത്. അവർക്ക് ഇഷ്ടമുള്ളതിനെ വിളിച്ചു വരുത്തി അവർക്കിഷ്ടമുള്ള ലെവലിൽ കർത്താവ് എന്നോണ്ടിരിക്കുക, പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കരയിൽ നിൽക്കുന്ന യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച്, അവന്റെ ചാരത്ത് ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തീ ആർക്ക് വേണ്ടിയാണ്? ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. ഈ തീ ആർക്ക് വേണ്ടിയാണ്? ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെന്ന ഒരു കാര്യസ്ഥനം നിങ്ങളുടെ മേലേക്ക് ഞാൻ പകരും എന്ന് അറിയിച്ചത് കർത്താവ് ഇന്ന് പകൽക്കാലം വീണ്ടും നമ്മുടെ മേലൊരു കത്തലിന് വേണ്ടി ആശിക്കുന്നു. നമ്മുടെ മേലൊരു കത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തീക്കനൽ കാണുന്നു. എന്താ പറഞ്ഞേ? തീയെന്നല്ലേ? തീക്കനൽ. തീക്കനലാകണമെങ്കിൽ ഇത് കുറെ നേരം മുമ്പ് കപ്പൽ തുടങ്ങിയതാണ്. കുഞ്ഞെ, നീ അറിയാത്തപ്പോഴും നീ കാണാത്തപ്പോഴും നിന്റെ വിടുതലിന് വേണ്ടിയുള്ള തീ കത്തിക്കഴിഞ്ഞു. നിന്റെ വിടുതലിന് വേണ്ടിയുള്ള അഗ്നി കഴിഞ്ഞു.
പിടിച്ചു വലിക്കുമ്പോഴും ഒന്നും കിട്ടാതെ നീ ഭാരപ്പെടുമ്പോഴും കരയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ ഉദ്ധാരണത്തിന് നിന്റെ വിടുതലിന് അഗ്നി കത്തിച്ചു തുടങ്ങി അത് കനലായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് കനലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കനൽ പോലെയാകട്ടെ, ഈ കനൽ പോലെയാകുന്ന ശമന ജഗത്തെത്തിയാണ് കുറച്ച് കൊടുത്തു വരുമ്പോൾ ദൂരം കനലല്ല, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ഇതിനകത്ത് അവർ കണ്ടു, അവർക്ക് വേണ്ടുന്ന മീൻ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമീപത്തായിട്ട് അപ്പം റെഡിയാക്കി പൊള്ളിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. ഈ തീക്കകത്ത് പാകമായ അപ്പവും ഈ തീക്കകത്ത് പാകമായ മീനും അവർക്ക് വേണ്ടി ഒരുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവാഗ്നി ഇറങ്ങുന്ന ഇടത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുങ്ങും. തടസ്സങ്ങളെല്ലാം മാറും. 14 ശൂന്യതകൾ മാറി, 14 ശൂന്യതകൾ മാറി. വീശിയിട്ട് കിട്ടാത്ത സ്ഥാനത്ത് അഗ്നിക്കകത്ത് ഒരുങ്ങുകയാണ്. അഗ്നിക്കകത്ത് ഒരുങ്ങുകയാണ്. 2015 നിനക്ക് തരാം. 4 ദിവസം ഏൽപ്പിക്കാം. ഈ തീക്കകത്ത് ഒരുങ്ങപ്പെടുകയാണ്. തീക്കടൽ കാണുന്നു. തീക്കടലിനകത്ത് അവർക്ക് വേണ്ടത് പാകമാകുന്നു. പകൽക്കാലം ദൈവത്തിന്റെ പൈതലിൽ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിന് മറുപടി സ്വർഗീയ തീക്കടലിനകത്ത് നിനക്ക് വേണ്ടി പാകമാകുകയാണ്, ക്രമപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് കാണാനായിട്ട് പോവുകയാണ്. അവന്റെ കയ്യിൽ തരാനായിട്ട് പോവുകയാണ്. കുടുംബത്തിനകത്ത് ഭാഗപ്പെടുന്നത് വ്യക്തികൾ ഭാഗപ്പെടുക. യേശുവിന് വേണ്ടി ക്രമപ്പെടേണ്ടത് ക്രമപ്പെടുക. ആത്മാവിന്റെ അഗ്നി ചില കുടുംബത്തിന്റെ അന്തർഭാഗങ്ങളിൽ കത്തട്ടെ. ഐശ്വര്യ മേഖലകൾ ആവലിച്ച് ഉയർത്തിക്കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് സ്വഭാവത്തെ മാറ്റിമറിച്ച് ആത്മാവിനെ ഇടപെടുന്ന സ്വഭാവത്തിന്റെ അനുഭവത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തില് ഇവരെ
മാത്രം വെളിപ്പെടുക. ആത്മാവിന് കീഴ്പ്പെടുന്ന തലത്തിലോ വചനം അനുസരിക്കുന്ന തലത്തിലോ കർത്താവിന് കീഴ്പ്പെടുന്ന അനുഭവത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരേണ്ടത്. അനുസരണമുള്ളവരെ മാറേണ്ടത്. യഥാസ്ഥാനപ്പെടേണ്ടത്. ആത്മാവിന്റെ ആത്മീയമായ മേലോട്ട് വേണമെല്ലാം റെഡിയാകുന്നു. തുറക്കാതെ പറയുന്നേ ശേഷം യേശു ശീമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശീമോനെ യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരും. മുമ്പേ വെച്ച് കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഒന്നും ഇല്ലായിരുന്നു. കർത്താവ് കരുണ കാണിച്ച് പല ദിവസത്തേക്ക് നീക്കുക എന്ന് പറഞ്ഞപ്പോ ഒരു വലിയ സമൃദ്ധി ഒരു ജീവിതം നൽകിയിട്ട് കർത്താവ് പറഞ്ഞു ഇപ്പോൾ പിടിച്ച മീനെ കൊണ്ടുവരിക. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കയറിയില്ല. അത് തന്നെ ഒരു അത്ഭുതം. അത്ര വളരെ ഉണ്ടായിട്ടും വല കയറിയില്ല. കവിയാൽ പലപ്പോഴും കീറാൻ പിശാച് കീറിക്കൊണ്ട് ഇവിടെ പറയുന്ന അത്ര ഉണ്ടായിട്ടും വല കീറാ. കൃപ എണ്ണത്തിൽ പെരുകുമ്പോ കീറുന്നതല്ല കൃപ. എണ്ണത്തിൽ പെരുകുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്നതാണ്. കീറാനുള്ള ആലോചന കൊണ്ട് വരുമ്പോഴോക്കുന്നത് പിശാചിന്റെ പദ്ധതിയാണ്. കീറുന്നത് ആത്മാവിന്റെ പദ്ധതിയല്ല. അവൻ അത്രയും ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അടുത്തത് യേശു അവരോട് അടുത്താണ് പറയുകയാണ്. യേശു അവരോട് വന്ന് കഴിച്ചു കൊണ്ടുപോയി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? വിളിക്കുക. അതിന് വേണ്ടുന്നതെല്ലാം വേറെ ഒന്നൊന്നും ഉണ്ടാക്കിക്കൊണ്ടല്ല വന്ന ആ കരയ്ക്ക് തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി. അവിടെ വന്ന് ഇരുന്ന് പ്രാതൽ കഴിച്ചു കൊണ്ടി. വിളമ്പാൻ പോകുന്നത് 3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് 4 പ്രാവശ്യം ചൂടാക്കിയ സാധനമല്ല. എന്താ തരാൻ പോകുന്നേ? കാനലിന്റെ മേൽ ചുട്ട ഫ്രഷ് സാധനം. ഞാൻ പറഞ്ഞതിന്റെ ആശയം തമ്പുരാൻ വല്ലതും തന്നാൽ അത്രയ്ക്ക് മേത്തരമായി. ദൈവം വല്ലതും തന്നാൽ രുചിയുള്ളത്. കനലിന്റെ മേൽ ചുട്ടത്. പറയാണ് പ്രാതലിന് വേണ്ടി വന്ന് ഇരുന്നോ. പ്രാതല് കഴിക്കാൻ വിളിച്ച് ഇരുത്തി. പ്രിയരെ, പ്രാതല് കഴിക്കാൻ വിളിച്ചിട്ട് തണുത്താറ് 12 മണിക്ക് പഴുങ്ങിഞ്ഞായി തീർന്നവനല്ല എന്റെ കർത്താവ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിന്നെ വിളിച്ചിരുത്തുന്നെങ്കിൽ അതിന്റെ സമയത്തു തന്നെ ആ രാവിലെ തന്നെ സമയം വൈകാതെ സമയം തെറ്റാതെ എന്റെയും നിന്റെ കയ്യിൽ തരേണ്ടത് തരാ. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. രക്തത്താഴ്ചയാണ്. ലഞ്ചിനാ നിന്നെ വിളിച്ചിരുത്തുന്നതെങ്കിൽ ഡിന്നറിന്റെ സമയം വരെ പോകത്തില്ല. അതിന്റെ സമയത്ത് തന്നെ എന്റെയും നിന്റെ കയ്യിൽ തരാ. എന്റെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു പറയുന്നു, ഒരു പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നു കൊള്ളുക. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രഭാത ഭക്ഷണം ഒരുക്കി നിങ്ങളെ ഞാൻ പന്തിയായിരുന്നു. കർത്താവിനൊരു സ്വഭാവമുണ്ട്. എന്ത് കൊടുക്കേണ്ടത് അടുക്കിച്ചിട്ടേ. പുരുഷാരത്തിൽ കൊടുക്കുമ്പോഴും ആമീൻ അവിടെ ഇടിയും ആമീൻ തെള്ളും എല്ലാം ഉണ്ടാക്കി ആമീൻ വല്ലാത്ത പരുവത്തിനല്ല 2 കഷ്ണം റൊട്ടി കൊടുത്തു വിട്ടത്. എല്ലാവരും എന്ത് ചെയ്തു? പന്തിയായി ഇരുത്തി ശിഷ്യന്മാരുടെ കയ്യിൽ അത് കൊടുത്ത് അവരത് വിളമ്പി തിന്നവർ മുഴുവൻ തൃപ്തി പ്രാപിച്ചാണ്
എഴുന്നേറ്റ് നമുക്ക് കർത്താവിന്റെ ശുശ്രൂഷയുടെ മെത്തേഡ് അറിയാവുന്നത് കൊണ്ട് പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഒരുങ്ങുക അല്ലെങ്കിൽ പ്രാതൽ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോഴേ 7 പേരും എന്ത് കാണും? നിരന്ന് ഇരുന്ന് കാണും. വിചാരിക്കുന്നു അന്ന് വിളമ്പിയത് മറ്റാരുമല്ല, എന്റെ കർത്താവ് തന്നെയാണ്. അവർക്ക് വേണ്ടി ഒരുക്കിയിട്ട് അവർക്ക് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് യേശു തന്നെ വിളമ്പി. യേശു തന്നെ വിളമ്പി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ അനേകർക്ക് നിങ്ങൾ ഉച്ചഭക്ഷണം കൊടുക്കാൻ പോകുന്നു. ആത്മീയ വിശപ്പുള്ള പലതിനും, ആത്മീയ ദാഹമുള്ള പലതിനും മൃഷ്ടാന്ന ഭോജ്യം കൊടുക്കേണ്ടതിന് ഇന്ന് ഞാൻ തരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഏറ്റെടുത്ത് ഭക്ഷിക്കാൻ തയ്യാറായ വരുന്ന ദിവസങ്ങളിൽ അനേകായിരങ്ങൾക്ക് കൃപയുടെ സമൃദ്ധിയുണ്ട്. അഭിഷേകത്തിന്റെ അഗ്നിയിൽ നിന്ന് നിങ്ങൾ വിശിഷ്ട ഭോജനം ഒരുക്കാൻ പോകുക. അവർക്ക് വേണ്ടിയ കടൽ തീരത്തെ യേശു ഒരു പ്രഭാത ഭക്ഷണം ഒരുക്കി. പെന്തക്കോസ്ത് യുഗത്തിന്റെ ആ പ്രഭാത മണിക്കൂറില് 120 പേരെ പന്തിയായി ഇരുത്തിക്കൊണ്ട് കനലിന്മേൽ ചുട്ടത് ദൈവാത്മാവ് സജീവൻ മാളികമുറിയിൽ അവരുടെ മേലേക്ക് പകരപ്പെടുമ്പോ അത് ഭക്ഷിച്ച് എഴുന്നേറ്റ് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടുന്ന ആത്മീയ ഭോജനം വിളമ്പുവാൻ ശക്തന്മാരായി മാറുന്ന അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒന്ന് വിട്ടുകൊടുത്ത് അത് പാകപ്പെടാൻ തയ്യാറായ ഇന്ന് കർത്താവ് തരുന്നത് ഭക്ഷിക്കുന്ന നീയ വിശക്കുന്ന അനേകർക്ക് നാളെ ഗുണമായിട്ട് പോകുക. ഈ ഒരു കടലകടലാണ് ഒരു തീയിട്ടുകൊണ്ട് അവിടെ ദർശനങ്ങളെ മാറ്റിമറിക്കത്തക്ക നിലവാരത്തിൽ, അവിടെ പുറപ്പെടത്തക്ക നിലവാരത്തിൽ കുഞ്ഞാടുകളെ നയിക്കുവാനും ആടുകളെ പാലിക്കുവാനുമുള്ള നിയമം കൈമാറി മുൻപോട്ട് നടത്തക്കത്ത നിലവാരത്തില് ഒരാത്മാവിന്റെ അഗ്നി അവർക്ക് വേണ്ടി തിബരിയാസിന്റെ തീരത്ത് കത്തിച്ചവർ ഇന്നവകക്കാർ നമ്മുടെ വന്നിട്ടുണ്ട്. പ്രവാസത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്തോട് കത്തുന്ന തീക്കകത്ത് ദൈവ പൈതലേ നീ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിന് മറുപടികൾ ഭാഗപ്പെട്ടുകൊണ്ടിരിക്കുക, റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ വിളിച്ചു വരുത്തി പ്രാതൽ കഴിച്ചു എന്ന് പറയത്തക്ക നിലയിൽ, നീ പ്രാപിച്ചുകൊള്ളുക എന്ന് പറയത്തക്ക നിലയിൽ, കാര്യം ശരിയായെന്ന് പറയത്തക്ക നിലയിൽ, കാര്യം ശരിപ്പെട്ടെന്ന് സാക്ഷ്യം പറയത്തക്ക നിലയിൽ പാകപ്പെടുകയാണ്. വിശ്വസിക്കുക. ഇതുവരെ കാണാത്ത ചിലത് തീക്കകത്ത് പാകപ്പെടുകയാണ്. ഇതുവരെ അനുഭവിക്കാത്ത ചിലത് തീക്കകത്ത് പാകപ്പെടുകയാണ്. വിളിച്ചിരുത്തുന്നത് പോലെ
ദൈവദാസനെ വിളിച്ചെഴുത്തുന്നത് പോലെ വിളിച്ചിരുത്തുന്നത് പോലെ പുതിയ സീറ്റുകൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. പുതിയ ഇടങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. അതിനുള്ള അഗ്നിയാണ് ദൈവം ഈ ദിവസങ്ങളിൽ അകത്തിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അഗ്നിയാണ് സഭയ്ക്കകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള അഗ്നിയാണ് തിബിരിയാസിൽ തീർത്ത് കത്തുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കത്തുവരം ലഭിച്ചു കൊടുക്കാത്ത നല്ല